ഈ കാണുന്നതാണ് അധികാരധാർഷ്ട്യത്തിൻ്റെ മതിൽ. സാധാരണ എല്ലാവരും വിജയം ആഘോഷിക്കാനായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വിജയം ആഘോഷിക്കാനല്ല, ഒരു പരാജയം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ്. പരാജയപ്പെട്ടത് ഞാനോ ഈ നിൽക്കുന്ന പീറ്റർ ചേട്ടനോ അല്ല, കേരളത്തിലെ തീരദേശങ്ങളിൽ താമസിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാജയം. എവിടെയാണെന്ന് അറിയത്തില്ലേ? ഭൂമാഫിയയ്ക്ക് മുന്നിൽ, ഇറാൻഡിയ പോലുള്ള വൻകിട റിസോർട്ടുകൾക്ക് മുന്നിൽ. നമുക്ക് ഒരു ജനപ്രതിനിധി ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ചില പരിമിതികളുണ്ട്, എനിക്ക് രണ്ട് വശവും ചിന്തിക്കേണ്ടേ എന്നോട് ചോദിച്ചു. ശരിയാണ്, നമുക്കറിയാം ജനപ്രതിനിധികളുടെയൊക്കെ പരിമിതികൾ നമുക്കറിയാം. ആ രണ്ട് വശം എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് വ്യക്തമാക്കാം. ഒന്ന്, അധികാരരാഷ്ട്രത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും മേളിൽ ഈ സീവാളിൻ്റെ മുകളിൽ CRSL പരിധിയിൽപ്പെടുന്ന സർക്കാർ പണിത സീവാളിൻ്റെ മുകളിൽ മതിൽ കെട്ടിയ ഇറാൻഡിയ റിസോർട്ടിൽപ്പെടുന്ന ഭൂമാഫിയ. അതാണ് ഒരു വശം. മറ്റൊരു വശം, പൊന്തുവള്ളവുമായി കടലിൽ പോയി മീൻ പിടിച്ച് ഒരു സൈക്കിളിൽ ഒരു പെട്ടിയും വെച്ച് കെട്ടി കൊണ്ടുപോയി വിൽക്കുന്ന ഈ പീറ്റർ എന്ന് പറയുന്ന വയോധികനായ മത്സ്യത്തൊഴിലാളി. ഈ രണ്ട് വശത്തിൽ ഏത് വശമാണ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത്? എൻ്റെ സുഹൃത്ത് വിമൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഗതി പിടിക്കത്തില്ല, നിൻ്റെയൊക്കെ അധികാരം വെറും ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണെന്ന് നിനക്കൊക്കെ എന്തെങ്കിലും ബോധ്യപ്പെടും. ഇതിന് മറുപടി പറയുന്നത് വേറെ ആരുമല്ല, ഞാൻ ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം. അമ്മയായി കാണുന്ന കടൽ, ഈ കടലമ്മ ഇതിന് മറുപടി കൊടുക്കും. ഈ കടലമ്മയ്ക്ക് തൂത്തുകൊണ്ടുപോകാൻ കഴിയും. നമ്മൾ കണ്ടതാണ് കടലിൻ്റെ ശക്തി. ഈ പ്രളയ ജലം ഇങ്ങനെ ഒഴുകി വന്ന് നാട് നഗരമെല്ലാം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഈ കടലങ്ങ് താന്നു കൊടുത്തു ഈ വെള്ളം മുഴുവൻ ആവാഹിക്കാനായി. അത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സത്യമാണ്. അതിന് ഒരു പരിഹാരമുണ്ട്. ഞങ്ങൾ എന്തായാലും പരാജയം ഈ വിഷയത്തിൽ ഇടപെട്ട് പരാജയപ്പെട്ടു. ഈ അധികാരധാർഷ്ട്യത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും മുതലാളിമാരുടെ നക്കാപ്പിച്ച മേടിക്കുന്ന നാറിയ നാണം കെട്ട രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിന് മറുപടി നിങ്ങൾക്ക് തീരുമാനിക്കാം.